ത് സഹപാഠികളായ 3 വിദ്യാർത്ഥികൾ തന്നെയാണ് മർദ്ദിച്ചതും. രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ നൽകിയത്. കുന്നംകുളം ചൂണ്ടലിൽ പ്രതിഷ്ഠാ ദിനത്തിനെത്തിച്ച ആനയിടഞ്ഞു. എഴുത്തുപുരയ്ക്കൽ ഗംഗപ്രസാദ് എന്ന കൊമ്പനാണ് ഇടഞ്ഞത്. ഇന്ന് വൈകിട്ട് 3:30 എഴുന്നള്ളിപ്പിനിടയിൽ ആന ഇടയുകയായിരുന്നു. വൈകിട്ട് 7 മണിയോടെയാണ് ആനയെ തളയ്ക്കാനായത്. വിവരങ്ങൾ നൽകാനായി MS ലിഷോയ് ചേരുന്നുണ്ട്. ലിഷോ, ഇത് എപ്പോഴായിരുന്നു സംഭവം? വൈകിട്ട് 3:30 എഴുന്നള്ളിപ്പിനിടെ ഇടഞ്ഞ ആനയെ തളയ്ക്കാനായത് മണിക്കൂറുകൾക്ക് ശേഷം 7 മണിക്കാണ്. അതിനിടയിൽ വല്ല അക്രമ സംഭവങ്ങളും ഉണ്ടായോ? അതായത് ചൂണ്ടൽ പുളിക്കൽ ഭഗവതി ക്ഷേത്രത്തിലാണ് ഈ ആനയെ എത്തിച്ചിരുന്നത്. ആന എഴുന്നള്ളിപ്പിന് മുൻപായി എഴുന്നള്ളിപ്പിന്റെ ഒരുക്കങ്ങളുടെ ഭാഗമായൊക്കെ അവിടെ നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഇടഞ്ഞത്. ഈ പാപ്പാന്മാരെ ആദ്യഘട്ടത്തിൽ ആനയെ അടുത്തേക്ക് അടുപ്പിക്കുന്നുണ്ടായിരുന്നില്ല. അതാണ് ആനയെ തളയ്ക്കാനായി ഇത്രയും സമയമെടുത്തത്. പിന്നീട് ഏകദേശം 3 മണിക്കൂറിന് ശേഷമാണ് ആനയെ തളയ്ക്കാനായത്. പക്ഷേ അത്ര നേരവും ആന ഈ മേഖലയിൽ തന്നെ പരിഭ്രാന്തി പരത്തി. പക്ഷേ കൂടുതൽ ഇടങ്ങളിലേക്ക് ഓടിപ്പോവുകയോ അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയോ ഒന്നും ചെയ്തില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. കാരണം ആനയെ കൂടുതൽ ഇടങ്ങളിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി എലിഫന്റ് സ്ക്വാഡും അതിനോടൊപ്പം തന്നെ മറ്റ് പാപ്പാന്മാരും ഒക്കെ തന്നെ ശ്രമിക്കുകയാണ് ഉണ്ടായത്. അതോടുകൂടിയാണ് മറ്റ് ആളപായമോ അല്ലെങ്കിൽ നാശനഷ്ടങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ ആനയെ തളയ്ക്കാനായി കഴിഞ്ഞത്. എഴുത്തുപുരയ്ക്കൽ ഗംഗാപ്രസാദ് എന്ന് പറയുന്ന ആനയാണ് ഇടഞ്ഞത്. ഇന്ന് 3:30 ഇടഞ്ഞ ആനയെ 7 മണിയോടുകൂടിയാണ് തളയ്ക്കാനായത്. ശരി, കുന്നംകുളം ചൂണ്ടലിൽ പ്രതിഷ്ഠാദിനത്തിന് എത്തിച്ച ആനയാണ് ഇടഞ്ഞത്. 3 മണിക്കൂറിന് ശേഷമാണ് ആനയെ തളച്ചതെങ്കിലും മറ്റ് സംഭവങ്ങളൊന്നും, മറ്റ് പരിഭ്രാന്തി പരത്തുന്ന ഒരു സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വിവരങ്ങൾ. ലിഷോയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.